ലാലേട്ടൻ അതൊക്കെ ചെയ്യും. തരുൺ ധൈര്യമായിട്ട് പോകാന്ന് പറഞ്ഞത് നമ്മളതേ തരുൺ എന്തോ പറയാനുണ്ട്. അപ്പം ഇങ്ങനെ എല്ലാം വായിച്ചൊക്കെ നോക്കി എല്ലാവരും ട്രോളുന്നു, നമുക്കും ട്രോളാം. അപ്പോൾ സൗദി വെള്ളമൊക്കെ കഴിഞ്ഞപ്പോൾ ആദ്യം ആക്ച്വലി എന്നെ കണക്ട് ചെയ്തത് മമ്മൂക്കയാണ്. മമ്മൂക്കയാണെന്ന് വിളിച്ചാൽ നമുക്കൊരു പടം ചെയ്യേണ്ടതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ലാലിൻ്റെ അപ്പുറത്തെ ഷോൾഡറിലും ഇപ്പുറത്തെ ഷോൾഡറിലും കയറി ഇരിക്കുന്നു. ലാല് നമ്മളെയും കൊണ്ട് പോയിക്കോളൂ. ഏയ് താടി വെട്ടണ്ടെന്ന് പറഞ്ഞാൽ ഷോനാൻ പോകുന്നു വെട്ടുന്നില്ല എന്നൊരു ശബ്ദത്തിൽ ഒരു ചേഞ്ച് ഉണ്ട്. അത് ലാലേട്ടൻ ഓൺ സ്പോട്ട് ഇട്ടതാണ്. ശോഭനമാവും ഹെലികോപ്റ്ററിൽ കയറിയ കുറേശ്ശി ഓട്ടോമാറ്റിക്കലി ഷൺമുഖനാവും. എമ്പുരാനോളം തന്നെ ഈ സിനിമയ്ക്ക് ഒരു വെയിറ്റിംഗ് ഉണ്ടെന്നൊരു ഫീൽ ഉണ്ട്. ഇത് ലാലേട്ടൻ അടുത്ത് പറഞ്ഞ റിയാക്ഷൻ വേണോ താടി ഇരുന്ന ആർക്കട പെച്ചന എന്ന് പറഞ്ഞ സാധനം അത് ആക്ച്വലി സ്ക്രിപ്റ്റിലില്ല. അത് ലാലേട്ടൻ ഇംപ്രൂവൈസ് ചെയ്തത്. എനിക്ക് മമ്മൂക്കനെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ് ഐറ്റം തരണം. എല്ലാവരും പല രീതിയിൽ ചിന്തകൾ നടക്കുന്നുണ്ട്. ഈ ഇവിടുത്തെ സിനിമയിലൊക്കെ ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നാണോ ഷൂട്ട് ചെയ്യണമെന്ന് മാം എൻ്റെ ഒരു സന്തോഷത്തിന്. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ഷൂട്ടിന് എൻ്റെ മോളെ കൂടി കൊണ്ടുവരാം. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുള്ളിനെ കുത്തും. എന്നെ ആ സിനിമയിൽ എടുക്കാഞ്ഞിട്ട് നിങ്ങളെ ഞാൻ എൻ്റെ സിനിമയിൽ കൊണ്ടുവന്നിട്ട് കാസ്റ്റിംഗ് ഡയറക്ടറാക്കി. അതൊന്നും മനസ്സിലുണ്ടാകും. എനിക്ക് വേണ്ടി അവർ ഷോട്ടിന് വേണ്ടി എടുക്കുന്ന ടൈം, സ്പെൻഡ് ചെയ്യുന്ന ടൈം, എന്നോട് സംസാരിക്കുന്ന രീതികളൊക്കെ കംപ്ലീറ്റ്ലി ഒരു ഷോട്ടോടുകൂടി മാറി. വെൽക്കം, തരുൺ മൂർത്തിയാണ്. തുടരും സിനിമയുടെ വിശേഷങ്ങളുമായി സ്വാഗതം. താങ്ക് യു. കുറേ ദിവസങ്ങൾ നമ്മൾ ഫോണിൽ പറഞ്ഞപ്പോഴാണ് നമുക്ക് നേരിട്ട് കിട്ടുന്നത്. ഈ ഒരു മോഹൻലാൽ സിനിമ കമ്മിറ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടറുടെ എല്ലാവരും പറയും ലാലേട്ടൻ ഡേറ്റ് വന്നു, പിന്നെ അത് പ്രൊജക്റ്റ് ആവാൻ വേണ്ടി വളരെ എളുപ്പമാണ്. മോഹൻലാലിൻ്റെ ഡേറ്റ് ആണെങ്കിൽ പിന്നെ അത് എല്ലാം കൈവെള്ളയിൽ വരുന്ന ഒരു ചിന്താഗതിയുണ്ട്. പക്ഷെ ഒരു മോഹൻലാൽ സിനിമ ഒരു പ്രൊജക്റ്റ് ആക്കി തിയേറ്ററിൽ എത്തിക്കാൻ എത്രത്തോളം കോംപ്ലിക്കേഷൻസ് ഉണ്ട്, പിന്നെ ഒരു ചലഞ്ചസ് എന്തായിരുന്നു ശരിക്കും പറഞ്ഞത്? കാരണം മോഹൻലാൽ മമ്മൂട്ടി വെച്ച് സിനിമ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടറുടെ ഏറ്റവും വലിയൊരു ആഗ്രഹങ്ങളിൽ ഒന്നായിരിക്കും, ഒരു ടെക്നീഷ്യൻ്റെ ആഗ്രഹങ്ങളായിരിക്കും അവരുടെ പടത്തിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്. നമുക്ക് ലാലേട്ടൻ ഒരു ഡേറ്റ് തന്നു, പിന്നീട് എന്തായിരിക്കും ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ആക്ച്വലി ഇല്ല, ലാലേട്ടനെ അല്ലെങ്കിൽ മമ്മൂക്കനെ പോലത്തെ ഒരു ഭയങ്കര സ്റ്റാർഡമുള്ള ഒരാൾക്കാരെ വെച്ച് സിനിമ ചെയ്യുന്നു. എനിക്ക് ലാലേട്ടനെ വെച്ച് ചെയ്തുള്ള പരിചയമുള്ളൂ. അതൊരു ചലഞ്ചസ് അല്ല, നമുക്ക് ഭയങ്കര കുറച്ചും കൂടി ഈസിയാണ്. നമ്മൾ കുറച്ചും കൂടി ടെൻഷൻ ഫ്രീ ആണ്. അപ്പം എന്നെ സംബന്ധിച്ചിപ്പോൾ ഞാൻ ജാവ ചെയ്യുന്നതോ സൗദി വെള്ളക്കോ ചെയ്യുന്ന ഒരു എഫേർട്ടല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തുടരും ചെയ്ത് നിൽക്കുന്നത്. അതിൻ്റെ മാർക്കറ്റിങ്ങിലായാലും പണ്ട് ജാവയുടെ ഒരു പോസ്റ്റർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആളുകളെ കൊണ്ട് ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തോ ഒരു എഫേർട്ട് ഉണ്ട്. ഇത് അങ്ങനെയല്ല. ഇപ്പോൾ ലാലേട്ടനെ വെച്ചിട്ട് നമ്മൾ പോസ്റ്റ് ഇട്ടാൽ അതിന് കിട്ടുന്ന റീച്ച്, ആളുകൾ അതിനെ പ്രതീക്ഷിക്കുന്നതൊക്കെ, പ്രതീക്ഷയുടെ ഒരു ഭാരം ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ പോലും സൗദി വെള്ളക്കയും ഓപ്പറേഷൻ ഷായൊക്കെ ഫ്രീ ഓഫ് മൈൻഡിലാണ് ആൾക്കാർ വന്ന് കാണുന്നത്. ഇതങ്ങനെയല്ല, ഓൾറെഡി ആളുകൾ ഒരു മാർക്ക് ഇട്ടിട്ടാണ് കാണാൻ വരുന്നത്. അപ്പോൾ ആ മാർക്കിന് മേളിൽ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പം അങ്ങനെ ഒരു ചലഞ്ചോ എന്താ പറയുക, നമ്മളങ്ങനെ ഭയങ്കര ടെൻഷൻ അങ്ങനെ ഞാൻ അതിനെ വർണ്ണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് ലാലേട്ടൻ്റെയൊക്കെ ഒരു സപ്പോർട്ട്, ഒരു ഉദാഹരണമുണ്ട്. ഇപ്പം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ശോഭന മാമും ഞാനും ലാലേട്ടനും കൂടി ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ഈ സിനിമയുടെ റിലീസിനെ പറ്റി, ഇതിൻ്റെ മാർക്കറ്റിംഗ് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ശോഭന മാം, കാരണം ഭയങ്കര ഈ സിനിമയിൽ കുറേ നാളായിട്ട് ഇല്ലാത്തതുകൊണ്ട് എന്താണ് ന്യൂ ഏജിൻ്റെ മാർക്കറ്റിംഗ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മാം പറഞ്ഞൊരു വാക്കാണ്. മാം പറഞ്ഞു, നമ്മൾ ലാലിൻ്റെ അപ്പുറത്തെ ഷോൾഡറിലും ഇപ്പുറത്തെ ഷോൾഡറിലും കയറി ഇരിക്കുന്നു. ലാല് നമ്മളെയും കൊണ്ട് പോയിക്കോളൂ. തരുൺ അപ്പുറത്തിരുന്നു, ഞാൻ ഇപ്പുറത്തിരുന്നു, നമ്മളെയും കൊണ്ട് ലാലും കൊണ്ട് പോയിക്കോളൂ. അപ്പോൾ അതാണ് ആ സിനിമയുടെ വെരി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതാണ് തുടരുമിൻ്റെ എൻ്റെ മൈൻഡ് സെറ്റ്. എനിക്കൊരു ലാലേട്ടൻ്റെ പുലിമുരുകനിലൊരു ഷോട്ട് ഉണ്ട്. ലാലേട്ടൻ ഒരുപാട് സിനിമ ഉണ്ട്, പക്ഷേ പുലിമുരുകൻ്റെ ഷോട്ട് വെച്ച് ഒരുപാട് മീമുകൾ വന്നതാണ്. മലയാള സിനിമ ആയുടെ ഭാരമാണ് ആ തോളി കഴിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതേ ഭാരമാണ് ഇപ്പോൾ തരുണിന് അനുഭവപ്പെടുന്നല്ലേ? നമ്മൾ ഭാരമായിട്ടിരുന്നാൽ മതി. ഈ മുൻപിറങ്ങിയ പല സിനിമകളിലും ഇപ്പോൾ ലാലേട്ടൻ്റെ സിനിമകളൊക്കെ ആണെന്നുണ്ടെങ്കിലും വലിയൊരു ഹൈപ്പിൽ വന്നു, ചിലപ്പോൾ ആ ഹൈപ്പ് മീറ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നു, ചിലപ്പോൾ സമ്മിശ്ര അഭിപ്രായങ്ങൾ വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ മുമ്പിലുള്ളതുകൊണ്ടാണോ മനഃപൂർവ്വമായി ഇതിന് വലിയൊരു ഹൈപ്പ് കൊടുക്കാനോ, അല്ലെങ്കിൽ ഇതൊരു ഭയങ്കര സംഭവമാണെന്ന് പറയണം ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ആരും തന്നെ ഒരു തരത്തിലുള്ള ഹൈപ്പും ഇല്ല? ഒരു ചെറിയ എനിക്കൊരു ദൃശ്യമൊക്കെ വന്ന സമയത്ത് ആൾക്കാർക്ക് യാതൊരു വിധത്തിലുള്ള ഹൈപ്പും ഇല്ലാതെ ജിത്തു ജോസഫ് കൊണ്ടുവന്ന് ഇറക്കിയൊരു സിനിമയാണ് ദൃശ്യം. അതുപോലൊരു ഒട്ടും ഹൈപ്പ് കൊടുക്കാതെ മനഃപൂർവ്വം കൊടുക്കാത്തതാണോ? പ്രത്യേകിച്ച് അവകാശങ്ങളൊന്നും നിങ്ങൾ ഉന്നയിക്കുന്നത് കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഈ സിനിമയ്ക്ക് ഒരു വലിയ ഓഡിയൻസ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ ഓൺലൈനിലുള്ള മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ ഓഫ്ലൈനിലെ മാർക്കറ്റിനേക്കാൾ ഉപരിയായിട്ട് ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് മുതൽ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ബൾക്ക് ഓഫ് ഓഡിയൻസ് പുറത്ത് വെയിറ്റ് ചെയ്യും. അത് നമുക്ക് നമ്മളെ പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോകുമ്പം, ഇവൻ എൻ്റെ മകനെ സ്കൂളിൽ കൊണ്ടാക്കാൻ നേരത്ത് ഞാൻ സംവിധായകനാണെന്ന് അവർക്കൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ അച്ഛൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ഞങ്ങളത് കാണാൻ വേണ്ടിയിരിക്കുന്ന സിനിമയാണ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ വൈഫ് ഒരു കടയിൽ പോകുമ്പോൾ തരുണിൻ്റെ വൈഫാണെന്ന് പറയുമ്പോൾ അയ്യോ ആ സിനിമ, അങ്ങനെ ഒരുപാട് ഫീഡ്ബാക്കുകൾ ഞങ്ങൾക്ക് കിട്ടണം. അപ്പോൾ അതുകൊണ്ടൊരു
ഹൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ സിനിമ കാണാൻ വേണ്ടി ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടാകുന്ന ഒരു മാർക്കറ്റിംഗ് പുതിയ ന്യൂ ഏജ് ടൈമാണല്ലോ ഹൈപ്പ് എന്ന് പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് ആ സിനിമയ്ക്ക് ഓൾറെഡി ഒരു ഓഡിയൻസ് നിൽപ്പുണ്ട്. ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ലാലേട്ടനെ എങ്ങനെ പറയാം, നമ്മൾ ഈ സ്ലീപ്പർ സെൽസ് എന്ന് പറയാൻ പറയാം, ലാലേട്ടൻ്റെ സ്ലീപ്പർ സെൽ ഫാൻസ് ഉണ്ട്. ഈ പറയുന്നതിനെ വിമർശിക്കാണ്ടും അദ്ദേഹത്തെ സ്നേഹിച്ചും ഇപ്പം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതങ്ങനെ പരസ്യമായിട്ടൊന്നും പറയാണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ആ മനുഷ്യനുള്ള സ്നേഹം കൊണ്ട് നടക്കുന്ന ഒരു സ്ലീപ്പർ സെൽ ഓഫ് ഓഡിയൻസ് ഉണ്ട് പുള്ളിക്ക്. അവർ ഈ സിനിമ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ്, പ്രീ ജഡ്ജ്മെൻറ്റ്. അപ്പോൾ അവർ വരും. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന സിനിമ എന്താണെന്ന് നമുക്ക് കൃത്യമായ വ്യക്തതയുണ്ട്. അപ്പം അത് ഇപ്പം ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് മുതൽ ആളുകൾ ജഡ്ജ് ചെയ്ത് തുടങ്ങും. ആ സിനിമ കാണണമോ വേണമോ. അത് സിനിമയ്ക്ക് ഭയങ്കര, നമ്മൾ പല മേക്കേഴ്സും മാർക്കറ്റിംഗ് ടീമും ഒക്കെ മറന്നു പോകുന്നതാണ്. ഫസ്റ്റ് ലുക്കിലെ ഓഡിയൻസ് മാർക്കിടും ഈ സിനിമ കാണണമോ വേണം. അപ്പം ഞങ്ങളെല്ലാവരും ഈ ഫസ്റ്റ് ലുക്ക് മുതലേ ഭയങ്കര കൺസേൺഡ് ആണ് ഇതിൻ്റെ ഓരോ മാർക്കറ്റിംഗ് പ്രോസസ്സിൽ. അപ്പം നമുക്ക് ആ ഫസ്റ്റ് ലുക്ക് വിടുമ്പം കിട്ടുന്നൊരു വൈബുണ്ട്. സെക്കൻഡ് ലുക്ക് വിടുമ്പം ഫസ്റ്റ് ലുക്ക് ആ കുട്ടികളെ എടുത്തുകൊണ്ട് നടന്നു പോകുന്നൊരു അതിൽ കിട്ടിയ ഒരു സ്വീകാര്യതയുണ്ട്. അതിന് കിട്ടിയ ഫോൺ കോളുകളുണ്ട്. ശോഭനാവും ലാൽസാറും കൂടിയുള്ള പോസ്റ്റേഴ്സ് കിട്ടുന്ന ഇതുണ്ട്. ചക്ക വെട്ടുന്ന പോസ്റ്റർ ഇടുന്നുണ്ട്. മുഴുവൻ ബൈക്കിൽ സ്പ്ലെൻഡറിൽ ഓടിപ്പോകുന്ന പോസ്റ്റർ വരെ കിട്ടുന്ന ഒരു സ്വീകാര്യതയിൽ എമ്പുരാനോളം തന്നെ ഈ സിനിമയ്ക്ക് ഒരു വെയിറ്റിംഗ് ഉണ്ടെന്നൊരു ഫീലുണ്ട്. അപ്പോൾ അത് ഉള്ളിടത്തോളം കാലം നമുക്ക് ടെൻഷനില്ല. അതുകൊണ്ട് നമ്മൾ ഉള്ള കാര്യങ്ങളാണ് പറയണേ. അപ്പം ഇത് മനഃപൂർവ്വം ഹൈപ്പ് കയറ്റാത്തതോ ഒന്നുമല്ല, നമ്മുടെ വിചാരം ഹൈപ്പ് ഉണ്ടെന്ന് തന്നെയാണ്. അതായത് ഇപ്പോൾ സിനിമയ്ക്കകത്ത് ഇപ്പോൾ നമുക്ക് കാത്തിരിക്കാൻ പാകത്തിനുള്ള അവകാശവാദങ്ങളാണ് ഉദ്ദേശിച്ചത്. പടത്തിന്, മോഹൻലാൽ പടത്തിന് ഓഫ് കോഴ്സ് നമ്മളൊന്നും ചെയ്തില്ല, ഹൈപ്പുണ്ട്. പർപ്പസ്ഫുള്ളി നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന അവകാശവാദങ്ങളുണ്ട്. അങ്ങനത്തെ ഒരിലേക്ക് നിങ്ങൾ പോയിട്ടില്ല. അതാണ് ഞാൻ ആക്ച്വലി പറഞ്ഞത്. ഞാൻ ഈ സിനിമ ജോണർ വൈസിൽ തന്നെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം ഇത് ഒരു ഫാമിലി ഡ്രാമ, ഒരു കുടുംബ പ്രേക്ഷകരെ ടാർഗറ്റ് ചെയ്യുന്ന സിനിമ തന്നെയാണ്. അപ്പോൾ അത് കുടുംബ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ട രീതിയിൽ എത്തിക്കാനായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഓഫ്ലൈനിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് രജപുത്ര എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഹൗസ് അതിഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ മിൽമയായിട്ട് അസോസിയേറ്റ് ചെയ്ത് കേരളം മൊത്തം എല്ലാ പത്രങ്ങളിലും വന്നൊരു പരസ്യം, അല്ലെങ്കിൽ അപ്പം ഹോർഡിങ്ങുകളിൽ വരുന്ന കാര്യങ്ങൾ. അപ്പം അങ്ങനെ സാധാരണക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ എന്താണ് ചെയ്യുന്നുണ്ട്. അപ്പം അതാണിതിൻ്റെ, ഞാൻ പറഞ്ഞ ജോണർ മാറ്റിയ ആളുകൾ സംസാരിക്കുമ്പം ഞാൻ ടെൻഷനാണ്. കാരണം ഫാമിലി അതെ അതാണ്. ദൃശ്യം ഒരു മിസ്റ്ററി ത്രില്ലറാണ്. അപ്പം ഫാമിലി ഡ്രാമ എന്നൊരിക്കലും നമുക്ക് ദൃശ്യത്തെ പറയാൻ പറ്റില്ല. അതൊരു ത്രില്ലർ കാറ്റഗറി പെടുന്നത്. അപ്പം ഇത് ത്രില്ലറാണ്, മിസ്റ്ററിയാണ്, ഇൻവെസ്റ്റിഗേഷനാണെന്നൊക്കെ ആളുകൾ പറയുമ്പോൾ ആളുകൾ ഈ ഹൈപ്പിന് വേണ്ടി ജോണർ ഷിഫ്റ്റ് ചെയ്യുമ്പം ആസ് എ മേക്കർ ഞാൻ കുറച്ച് ടെൻഷനാണ്. പക്ഷേ ഫാമിലി ഡ്രാമയിൽ ഉറച്ചു നിൽക്കുന്നു. സിനിമ ഫാമിലി ഡ്രാമയാണ്. ലാലേട്ടൻ്റെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്. മോർ ദാൻ എ സ്റ്റാർ ഞങ്ങൾ ലാലേട്ടൻ ആസ് എൻ ആക്ടറാണ് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഹൈപ്പ്. ഈ ഓപ്പറേഷൻ ജാവയിൽ നിന്നും തുടരും വരെ എത്താൻ ഇപ്പോൾ ഒരു മോഹൻലാൽ സിനിമയിലേക്ക് അത് എത്രത്തോളം ഈസി ആയിരുന്നു? എനിക്ക് അങ്ങനെ അറിയില്ല. ഇപ്പം ആ സിനിമ ജാവ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സർവൈവ് ചെയ്യുക, അറ്റ്ലീസ്റ്റ് 4 ആളെ നമ്മളുടെ കയ്യിലുള്ള ആർട്ട് ഇങ്ങനെയൊക്കെയാണെന്ന് അറിയിക്കാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജാവ ചെയ്യുന്ന സമയത്ത്. പക്ഷെ ജാവ ഇറങ്ങിക്കഴിഞ്ഞപ്പം കിട്ടിയൊരു സ്വീകാര്യത, അല്ലെങ്കിൽ ഇൻഡസ്ട്രി നമ്മൾ ഇപ്പം ഞാനൊരിക്കലും ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളല്ല. അതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ ഒരു ഇൻഫ്യൂരിറ്റി ഭയങ്കരമായിരുന്നു. എന്നെ ആളുകൾ കൂടെ നിർത്തുമോ, ആക്ടേഴ്സ് വിളിക്കുമോ, ഞാനൊരു ടെക്നീഷ്യനെ കാണുമ്പോൾ. കാരണം എനിക്ക് ജാബ് എടുക്കുന്നതിന് മുന്നേ ഞാൻ ചില ആക്ടേഴ്സിനെയൊക്കെ കാണാൻ പോകുന്ന സമയത്ത് ആരുടെയും കൂടെ അസിസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഡ്രോബാക്ക് ആയിരുന്നു. അവരെ എന്നെ വിശ്വസിക്കാൻ അവർക്ക് ഭയങ്കര കുറ്റം പറയുന്നതല്ല, അത് അങ്ങനെ. ഇപ്പം ഞാനാണെങ്കിലും ആ രീതിയിൽ ചെയ്യും. അവരുടെ ഒരു ലൈഫാണല്ലോ കൊടുക്കണം. അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ അവർക്കും ഉണ്ട്. അപ്പം ആ ഇൻഫ്യൂരിറ്റി എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പം ആ ഇൻഫ്യൂരിറ്റി തന്നെയാണ് വീണ്ടും സൗദികളൊക്കെ ചെയ്യാനും എന്നെ പ്രേരിപ്പിച്ചത്. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഒരുപാട് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഒരുപാട് നല്ല ആക്ടേഴ്സിൻ്റെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. നമുക്കൊരു പടം ചെയ്യാമെന്നുള്ള ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്യാം. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓർത്തത്, ഇല്ല, നമുക്കൊരു പടം കൂടി ചെയ്യാം. ഞാൻ ടോട്ടലി ന്യൂ ആയിട്ടൊരാളാണല്ലോ. അപ്പം എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് ഒരു സിനിമയും കൂടി ചെയ്തതിന് ശേഷം നമുക്ക് ഈ ആക്ടേഴ്സിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ സൗദികളൊക്കെ കഴിഞ്ഞപ്പോൾ ആദ്യം ആക്ച്വലി എന്നെ കണക്ട് ചെയ്തത് മമ്മൂക്കയാണ്. മമ്മൂക്കയാണ് വിളിച്ചത്, നമുക്കൊരു പടം ചെയ്യേണ്ടതാണെന്ന് ചോദിച്ചാൽ. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ജാവ കഴിഞ്ഞപ്പോൾ അല്ല, സൗദി വെള്ളയ്ക്ക് കഴിഞ്ഞപ്പോൾ നമുക്കൊരു പടം ചെയ്യേണ്ടതാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഒരു സബ്ജക്റ്റ് ഇങ്ങനെ ആലോചിക്കുകയാണ് മമ്മൂക്ക. പക്ഷെ അവിടെ വന്ന് നിൽക്കുമ്പോൾ മമ്മൂക്കയാണെങ്കിൽ ഈ ഭയങ്കര എക്സ്പെരിമെൻ്റലായിട്ടുള്ള ആക്ടറിനെ ഇങ്ങനെ തേച്ച് മിനിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം നമ്മളൊരു പോകുന്ന സ്ക്രിപ്റ്റ് ഭയങ്കര എക്സൈറ്റ്. ഞാൻ പിന്നെ നമുക്ക് വർക്ക് ചെയ്യേണ്ടുന്ന സ്ക്രിപ്റ്റ് എനിക്ക് അങ്ങോട്ട് എക്സൈറ്റിംഗ് ആയില്ല. പിന്നെ ഞാൻ നമുക്ക് വിളിച്ചപ്പോൾ ഞാൻ വർക്ക് ചെയ്ത് അങ്ങോട്ട് നന്നായില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത്
അൺഫോർച്ചുനേറ്റ്ലി വേറൊരു രീതിയിലാണ് വന്നത്. ഇത് ഫോർച്ചുനേറ്റ്ലി ഒരു അൺഫോർച്ചുനേറ്റ്ലി ഈ പറയുന്ന ലാലേട്ടന് വേണ്ടിയിട്ടൊരു സബ്ജക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. ഇപ്പം എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ലാലേട്ടൻ ഇഷ്ടം പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു പ്രോപ്പർ സ്ക്രീൻ പ്ലേയിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനപ്പോൾ ഈ സബ്ജക്റ്റ് കേട്ടപ്പോഴത്തേക്കും ഭയങ്കര എനിക്ക് കാണാൻ ഇഷ്ടമുള്ള ഒരു ലാലേട്ടൻ എൻ്റെ അടുത്തുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഞാനത് സബ്ജക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ്. അതാണ് ഈ പറയുന്ന പോലെ ഇൻഡസ്ട്രി എങ്ങനെയാണിത് എളുപ്പമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ് എ ടൈം ഒരു സിനിമേനെ ഞാൻ കാണുന്നുള്ളൂ. ജാവ ചെയ്യുമ്പം ജാവ, സൗദി ചെയ്യുമ്പോൾ സൗദി. ഇപ്പം തുടരും ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത പ്രോജക്റ്റുകളെ പറ്റിയോ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ചെയ്യുന്ന പ്രോജക്റ്റിനെ പറ്റിയോ ഒന്നും ഇപ്പം നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. അറ്റ് എ ടൈം ഒരു പ്രോജക്റ്റ് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ അത്രയും ഫ്യൂച്ചറിസ്റ്റിക് അല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഈസിയാണ് ലൈഫും ചിന്തകളും ഒക്കെ. മമ്മൂക്ക വെച്ചൊരു പടം നമുക്ക് പ്രതീക്ഷിക്കാം. അയ്യോ ചെയ്യണം, ഉറപ്പായിട്ടും ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഭയങ്കര ഭയങ്കര ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സ് അല്ലേ ലാലേട്ടനായാലും മമ്മൂക്കയായാലും. നമ്മുടെ ലൈഫിൽ അവരെയൊക്കെ സംവിധാനം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എന്നെപ്പോലത്തെ ഒരാൾക്ക് ഭയങ്കര വലിയ കാര്യമാണ്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സബ്ജക്റ്റ് നമ്മളിപ്പം തുടരും ചെയ്യാൻ എന്നെ കൊതിപ്പിച്ച കുറേ എലിമെൻറ്റുകളുണ്ട് തുടരുമിൽ. അതേപോലെ തന്നെ മമ്മൂക്കേനെ ചെയ്യാനായിട്ടുള്ള ഞാൻ ഒരുപാട് ആളുകളിപ്പം എൻ്റെ സൗഹൃദങ്ങൾ ഇപ്പോൾ സജീവ് പാടിയൂരോടൊക്കെ ഞാൻ പറയാറുണ്ട്, ചേട്ടാ എനിക്ക് മമ്മൂക്കേനെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ് ഐറ്റം തരണം. അപ്പോൾ എല്ലാവരും പല രീതിയിൽ ചിന്തകൾ നടക്കുന്നുണ്ട്. നല്ല രീതിയിലൊരു സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മമ്മൂക്കയുടെ കൊണ്ട് പിച്ച് ചെയ്യും. തീർച്ചയായിട്ടും തുടരും കാണുമ്പോൾ നമുക്ക് വളരെ സമാധാനമുള്ള പാട്ടുകൾ നമ്മളൊക്കെ എവിടെയോ ഇടക്കാലത്തൊന്ന് മിസ്സായി പോയി എന്ന് നമ്മൾ പലരും പ്രത്യേകിച്ച് ഫാൻസ് ഉൾപ്പെടെ പറയുന്ന ഒരു മോഹൻലാൽ, ഒരു വിൻറ്റേജ് മോഹൻലാലിൻ്റെ ചില മാനറിസംസ്, ഇതൊക്കെ ഒരു ഗ്യാപ്പിന് ശേഷം കാണുന്ന ഒരു ഫീല് നമുക്ക് കാണുന്നുണ്ട്. ഇത് സ്ക്രീൻ പ്ലേയിലുള്ള പർപ്പസ്ഫുള്ളി ബോധപൂർവമായിട്ടുള്ള ഒരു ഇൻക്ലൂഡ് ചെയ്തതാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇങ്ങനത്തെ മാനറിസംസ് വേണം, അല്ലെങ്കിൽ ലാലേട്ടൻ ഇത്രയും എന്താണ് വളരെ ഫ്രീ ആയിട്ട് അദ്ദേഹം ചെയ്യുന്ന പോലെ ചില സിനിമകളിൽ ആ പോയിന്റാണ് കറക്റ്റ്. ലാലേട്ടനെ ഫ്രീ ആക്കുക, കംഫർട്ട് സോണിൽ എത്തിക്കുക എന്നുള്ളതാണ് സംവിധാനം നിലയിൽ എൻ്റെ ഉത്തരവാദിത്വം. അത് കറക്റ്റായിട്ട് നമുക്കത് കാണുന്നുണ്ട്. അദ്ദേഹം നമ്മൾ എവിടെയോ കുറച്ച് കാലമായിട്ട് കാണാണ്ടിരുന്ന ലാലേട്ടൻ നമുക്ക് തിരിച്ചു കിട്ടിയൊരു ഫീലാണ് ശരിക്കും. അത് ഏത് ആക്ടറിനായാലും നമ്മുടെ ഡയറക്ടറിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന സമയത്ത് അയാളെ ഏറ്റവും ഈസി ആയിട്ട് അഭിനയിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഡയറക്ടറിൻ്റെയും പ്രൊഡ്യൂസറിൻ്റെയും ഉത്തരവാദിത്വം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും, ഞാനായാലും രഞ്ജിതേട്ടനായാലും അതിൻ്റെ അത് ഭയങ്കര കൺസേൺ. ലാലേട്ടനെ ഹാപ്പി ആയിട്ടിരിക്കണം, ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല, ചുറ്റുവട്ടം നടക്കുന്ന കാര്യങ്ങൾ. പക്ഷേ അത് നമ്മളുടെ ചിന്തയാണ്. ലാലേട്ടൻ അതൊന്നും ബോധർ ചെയ്യണ ആളല്ലേ. ഇപ്പം ചുറ്റുവട്ടത്ത് ഇപ്പോൾ ഒരു ഒറ്റ മുറിയിൽ കൊണ്ടുപോയി ഇരുത്തിയാൽ പോലും അവിടെ ഇരുന്നോളും. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ചെറിയ ഇടുങ്ങ് മുറിയിലൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തതാണ് ചില സീനുകളൊക്കെ. അപ്പോൾ അപ്പുറത്തുള്ള ഇടുങ്ങ് മുറിക്കകത്ത് വെറുതെ കട്ടിലേ പോയി അവിടെ കിടക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അത് നമ്മുടെ ഓവർ കൺസേൺഡ് ആണ് ലാലേട്ടനെ കംഫർട്ട് ആക്കണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഞാൻ എൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനോടും, ഇപ്പം ആർട്ട് ടീമിനോടും കോസ്റ്റ്യൂം ടീമിനോടും, പ്രത്യേകിച്ച് കോസ്റ്റ്യൂം ടീമിനോട്, ലാലേട്ടൻ ഖുറേഷിയായിട്ടാണ് അപ്പുറത്ത് അഭിനയിച്ചത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ലാലേട്ടനെ ബൈ കോസ്റ്റ്യൂം ഫീൽ ചെയ്യിക്കണം നമ്മൾ. അത് സാധാരണ ചെരുപ്പ്, റബ്ബർ ചെരുപ്പായാലും നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടൊരു മിഡിൽ ക്ലാസ് ഏജിൻ്റെ സ്വഭാവം വേണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിശ്വസിക്കണം ഒരു ആർട്ടിസ്റ്റ് ഒരു കോസ്റ്റ്യൂം ഇടുമ്പോഴേ അത് മാറും. ഞാൻ പറഞ്ഞ രൂപം കൊണ്ട് മാത്രമല്ല, അയാളുടെ മനസ്സിനെയും അയാളുടെ ശരീരത്തിനെയും ആ തുണിയുടെ സ്പർശനം പോലും അയാളെ വേറെ സ്വാധീനിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് ഞാൻ പറയാം. ഇപ്പം ആർട്ട് ചെയ്യുന്ന ഗോകുലേട്ടനോട് പറഞ്ഞു, ആ വീട് ഒരു മിഡിൽ ക്ലാസ് മാൻ്റെ വീടാണെന്ന് നമുക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ അത് അവിടെ കൊണ്ടുപോയി വേറെ മറ്റേ മാർബിളും ടൈൽസൊക്കെ കൊട്ടിക്കുന്ന പകരമായിട്ട് നിങ്ങൾ അവിടുത്തെ കറയും അഴുക്കും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുമ്പോൾ അങ്ങനെ സ്പേസിലോട്ട് 2 ആർട്ടിസ്റ്റുകളും നിൽക്കുമ്പോൾ ഹെലികോപ്റ്ററിൽ കയറിയ ഖുറേഷി ഓട്ടോമാറ്റിക്കലി ഷൺമുഖനാവും. അത് എൻ്റെ ടീമിൻ്റെയും കൂടെ ഗുണമാണ്. ഇപ്പോൾ ഷായി ചേട്ടനോടാണെങ്കിൽ പോലും നമ്മൾ വെക്കുന്ന ഫ്രെയിമുകളിൽ ഞാൻ പറയാറുണ്ട്, നമുക്കൊരു ഭയങ്കര റിയലായിട്ട് പോകേണ്ട പ്ലേകൾ ഓറിയൻറ്റ് ചെയ്താൽ മതി. ക്ലോസുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ ബിൽഡപ്പ് ഷോട്ടുകളേക്കാൾ ഉപരിയായിട്ട് സെറ്റിംഗ്, ഒരു സ്റ്റേജ് സെറ്റിംഗ് ആണ്. തിയേറ്റർ ആക്ടിങ്ങിലൊക്കെ നടക്കുന്ന പോലെ 2 ആർട്ടിസ്റ്റുകളെ കയറൂരി വിട്ടിരിക്കുകയാണ്. നമ്മൾ അവരുടെ പെർഫോമൻസ് കണ്ടിട്ടാണ് നമ്മൾ ഫ്രെയിം ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ താടി ഇവിടെ ഇരുന്ന് ആർക്കാളാ പ്രശ്നം, അത് പർപ്പസ്ഫുള്ളി എഴുതി ചേർത്താൽ ഇപ്പോൾ ഒരുപാട് ലാലേട്ടൻ താടി പഠിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സോഷ്യൽ മീഡിയ കാണുന്ന മനഃപൂർവ്വം എഴുതി ചേർത്തൊരു ആക്ച്വലി ഞാൻ ഇത് ലാലേട്ടൻ അടുത്ത് പറഞ്ഞപ്പോൾ ഉള്ള റിയാക്ഷൻ ഉണ്ടായിരുന്നു, വേണോ? അല്ല, ഞാനിങ്ങനെ ഇത് ആദ്യം ഷൂട്ട് ചെയ്യാനൊക്കെ തീരുമാനിച്ച സമയത്ത് നമുക്ക് താടി ഡ്രിം ചെയ്യിച്ചാലോ എന്നൊരു ആലോചന ഉണ്ടായിരുന്നു. മൊത്തം സീക്വൻസിൽ ഷൺമുഖൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രിം ചെയ്ത താടിയുള്ള ആൾ. അപ്പം ഫോർച്യുനേറ്റ്ലി ഈ പറയുന്ന ഖുറേഷി അപ്പുറത്ത് നടക്കുന്നതുകൊണ്ടും വേറെ പടങ്ങളുടെ കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ടും ഇത് മാറ്റാൻ പറ്റില്ല എന്നൊരു ഇത് തോന്നി. അപ്പം അങ്ങനെയാണ് അറിയാമല്ലോ. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ രീതിയിലോട്ട് മാറ്റിയത്. അപ്പം ഞാൻ സ്ക്രിപ്റ്റിൽ ഒരു
സീക്വൻസിൽ ഞാൻ വളരെ ബോധപൂർവ്വം എഴുതി ചേർത്താണ്. ലാലേട്ടൻ്റെ ഇടയ്ക്കിൽ സ്ക്രിപ്റ്റ് പറയുന്ന സമയത്ത് ഇതുണ്ടായിരുന്നു, ഇങ്ങനെ താടി. അല്ല, അന്ന് ലാലേട്ടൻ ഒന്നും പറഞ്ഞില്ല. സ്ക്രിപ്റ്റ് പറയുന്ന സമയത്ത് അതിങ്ങനെ കേട്ട് അതിങ്ങനെ ഒരു ചെറിയ ചിരിയോടുകൂടി പോയി. എനിക്ക് തോന്നുന്നു അത് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. അതിനുശേഷം അഭിനയിക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാനിത് ക്യാരവാൻ്റെ അകത്ത് കയറി ഇത് പറയണം. ലാലേട്ടൻ വന്ന് ഫസ്റ്റ് ദിവസം ആദ്യത്തെ ഷോട്ടാണ്. അല്ലല്ല, ഞാൻ ഒരു ദിവസം. അപ്പം ഞാനിങ്ങനെ നൈസായിട്ട് വന്നിട്ട് എന്താണ് നമ്മൾ ആ താടി സീക്വൻസ് ആണ് എടുക്കണത്, ഒന്ന് എൻ്റെ കൂടെ ഒന്ന് വാ ലാലേട്ടൻ പറയാം. എങ്ങാനും പുള്ളിക്ക് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്താലോ. അപ്പം ഇതെന്തിനാ പേടിക്കണേ, ലാലേട്ടൻ അതൊക്കെ ചെയ്യും, തരുൺ ധൈര്യമായിട്ട് പോകാന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മൾ തരുൺ എന്തോ പറയാനുണ്ടോ കേട്ടു അപ്പോൾ നിന്ന് ബാക്കിൽ തന്നെ നിന്ന്. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ നമ്മൾ ഈ സീക്വൻസ് എടുക്കണേ, ഇങ്ങനെ താടി പഠിക്കുന്ന ഒരു സീക്വൻസാണ്, ഒരു സെൽഫ് ട്രോൾ പോലെയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഉള്ളിങ്ങനെ എല്ലാം വായിച്ചൊക്കെ നോക്കി, എല്ലാവരും ട്രോളുന്നു, നമുക്കും ട്രോളാം, രസമായിരിക്കും. പുള്ളി ഭയങ്കര എൻജോയ് ചെയ്തു. അപ്പം ഞാൻ ഇപ്പം താടി ഇടുന്ന ആർക്കടാ പെച്ചന എന്ന് പറഞ്ഞ സാധനം, അത് ആക്ച്വലി സ്ക്രിപ്റ്റിലില്ല, അത് ലാലേട്ടൻ ഇംപ്രൂവൈസ് ചെയ്തതാണ്. ഇങ്ങനെ ചുവരമാനം നടന്നു പോകുന്ന സമയത്ത് ആ താടി അവിടെ ഇരുന്നാൽ മതി, അത് വെട്ടണ്ട, ഞാൻ പറയും വെട്ടിയാൽ മതി. ഇല്ലടി വെട്ടുന്നില്ല എന്ന് പറയുന്നത് പോകും, വെട്ടണ്ട എന്ന് പറയുമ്പോൾ പുള്ളി ഇങ്ങനെ ചമ്മി താടിയുടെ ഷേപ്പ് നോക്കുന്നു എന്നുള്ളത്. പക്ഷേ ഈ ഇപ്പം ഞാൻ പറയാം, എന്താണ് ലാലേട്ടൻ വെച്ച് ഷൂട്ട് ചെയ്യുമ്പം ഒരു ഡയറക്ടർക്ക് കിട്ടുന്ന എക്സ്ട്രാ ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീനിൽ തന്നെ 2 ബെനിഫിറ്റ്സ് ഉണ്ട്. ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം താടി വെട്ടണ്ടെന്ന് പറഞ്ഞാൽ ശോഭനമാൻ പോകുന്നു. അപ്പം പുള്ളി ഒന്ന് ചമ്മുന്നു, വെട്ടുന്നില്ല എന്നൊരു ശബ്ദത്തിലൊരു ചേഞ്ച് ഉണ്ട്. അത് ലാലേട്ടൻ ഓൺ സ്പോട്ട് ഇട്ടതാണ്. അത് ഓൺ സ്പോട്ട് ഇട്ടപ്പം അപ്പുറത്ത് നിന്ന് ഓൾറെഡി ശോഭനമാവും രണ്ടുപേരും ശബ്ദത്തിൽ മോളെ. അത് സീനിൽ 2 ആക്ടേഴ്സ് ഉണ്ടാക്കിയ മാജിക്കാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആ ഷോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ചു നേരം കട്ട് പറയാണ്ട് നിന്നപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ താടി ഇങ്ങനെ നോക്കിയിട്ട് താടി ഇരുന്ന ആർക്കടാ പറ്റനെ, അത് എക്സ്ട്രാ ആയിട്ട് നമുക്ക് കിട്ടിയതാണ്. ഭയങ്കര ബെനിഫിറ്റ് ആണ്. അപ്പൊ അതാണ് ഇതുപോലത്തെ ആക്ടേഴ്സിനെ വെച്ച് ചെയ്യുമ്പം കിട്ടുന്ന ബോണസ്. ഇപ്പോൾ ഈ ഓപ്പറേഷൻ ജാവ തുടങ്ങുമ്പോൾ ഒരു പുതിയ സംവിധായകനാണ്, കാര്യമായ എക്സ്പീരിയൻസിലൊന്നുമില്ല, ഒരു ഏറ്റവും ഒന്നാം നിരയിലുള്ള ആർട്ടിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും സഹനടന്മാരായിട്ടുള്ള ഒരു 4-5 പേരെ ചേർത്ത് ചെയ്യുന്ന ഒരു സിനിമ. ഒരുപാട് സിനിമകളുള്ള ഒരു സിനിമ എന്നായിരിക്കും ഒരു പക്ഷേ തരുണിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന പലരും ചിന്തിച്ചിട്ടുണ്ടാവും. അവനൊരു സിനിമ ചെയ്യുന്നു ആരെയൊക്കെ വെച്ച് ആ ഒരു പണ്ട് പുച്ഛിച്ച ആൾക്കാരൊക്കെ ആണെങ്കിൽ അതൊക്കെ എന്താ അവനൊരു സിനിമ ചെയ്തു കുറച്ച് പേരെയൊക്കെ വെച്ചിട്ട്, ഇത് ഒരു ഉന്നത നടന്മാരൊന്നുമില്ല, ആ ഒരു ടോണിലായിരിക്കും അവിടെയൊക്കെ മനസ്സിലൂടെ പോവുക. അവിടെ നിന്നും സൗദി വെള്ളയ്ക്ക് വരുന്നു, അതും ഇതുപോലെ തന്നെ പടം ഹിറ്റാവുന്നു. പക്ഷേ സൂപ്പർ താരങ്ങളിലേക്കുള്ളൊരു സിനിമയല്ല, പക്ഷെ അത് ഹിറ്റാക്കുന്നു. അപ്പോഴും 2 ഓക്കെ. ലാലേട്ടനിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഈ ഇന്നോളം തള്ളിപ്പറഞ്ഞ അല്ലെങ്കിൽ ഇവനെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല എന്ന് പറഞ്ഞ ഒരു സാധനങ്ങളുള്ള ആൾക്കാരുടെയൊക്കെ ഒരു മാറ്റം എങ്ങനെ നോക്കിക്കാണുന്നു? രസകരമായിട്ടുള്ള സാധനമല്ല. ഇന്നോളം ഇല്ലാത്ത ബന്ധുക്കളുണ്ടാവും, ഇന്നോളം ഇല്ലാത്ത സുഹൃത്തുക്കളുണ്ടാവും. ഇല്ല, ഞാനിപ്പം ലാലേട്ടൻ പടം കമ്മിറ്റ് ചെയ്തപ്പോൾ റെസ്പോൺസ് എനിക്കല്ലേ. പക്ഷെ ഈ പറയുന്ന ഓപ്പറേഷൻ ജാവ ചെയ്യുന്ന സമയത്ത് ആർക്കും ഒരു ഹോപ്പില്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വിശ്വസിച്ച നിർമ്മാതാവിനും എനിക്കും മാത്രമേ ആ സിനിമ വർക്കൗട്ട് ആവുള്ളൂ എന്ന് ഒരു വിശ്വാസമുണ്ട്. ബാക്കി എല്ലാവരും അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആക്ടേഴ്സിനെ പോയി കാണുമ്പോഴും എന്തിന് ഞാൻ ഇയാൾക്ക് ഡേറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ ചിന്തയുണ്ട്. പക്ഷേ അതൊരു അൺസങ് ഹീറോസിൻ്റെ ടാഗ് ലൈനിൽ വന്ന സിനിമയാണ്, അല്ലെങ്കിൽ അണ്ടർഡോഗ്സിൻ്റെ സിനിമയാണത്. അപ്പോൾ ഒരിക്കലും ഒരു ഭയങ്കര സ്റ്റാർ വാല്യൂ ഉള്ളൊരു ആക്ടർ വന്നു നിന്ന് കഴിഞ്ഞാൽ ബാലുവും ലുക്കും ചെയ്ത ഇമോഷൻ കിട്ടില്ല. അത് സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സ് വന്നാൽ മാത്രമേ കിട്ടൂ. അപ്പോൾ അതിന് എക്സാക്ട്ലി ബാലുവും ലുക്കും ഒരു ഭയങ്കര ചോയ്സുകളായിരുന്നു. അവർ തന്നെയായിരുന്നു ആദ്യമേ. അല്ല, ആദ്യം 2 വേറെ ആക്ടേഴ്സിലേക്ക് നോക്കിയിട്ട് അവസാനം ലുക്കും ആദ്യം പോലെ ഉണ്ടായിരുന്നു, ബാലുവിന് വേറെ ഓപ്ഷൻസ് ഒക്കെ നോക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ ആ ലാസ്റ്റ് മിനിറ്റിൽ അത് വന്ന് കയറി ഈ പറയുന്ന പോലെ 2-3 ഷോട്ടുകളൊക്കെ എടുത്ത് ഒരു 2-3 ദിവസത്തെ മൊത്തം പരിപാടികളെ കഴിഞ്ഞപ്പോഴാണ് ഓൾ ടീം എന്നെ വിശ്വസിക്കാൻ തുടങ്ങിയത്. 2ാമത്തെ ദിവസമോ 3ാമത്തെ ദിവസമാണ് ഞങ്ങൾ ആ സീൻ ക്രാക്ക് ചെയ്യുന്നത്. ഒരു സൈബർ സെല്ലിൽ ഫുൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു 4 മിനിറ്റ്സിൻ്റെ ഒരു സിംഗിൾ ഷോട്ട് വിത്തിൻ 2 hours ഞാൻ എക്സിക്യൂട്ട് ചെയ്യണത് കണ്ടപ്പോഴാണ് ഇവനിലൊരു മരുന്നുണ്ട് എന്ന് എൻ്റെ കൂടെയുള്ളത് വിശ്വസിച്ചത്. അപ്പോൾ അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എന്നോടുള്ള അപ്രോച്ചുകൾ, എനിക്ക് വേണ്ടി അവർ ഷോട്ടിന് വേണ്ടി എടുക്കുന്ന ടൈം, സ്പെൻഡ് ചെയ്യുന്ന ടൈം, എന്നോട് സംസാരിക്കുന്ന രീതികളൊക്കെ കംപ്ലീറ്റ്ലി ഒരു ഷോട്ടോടുകൂടി മാറി. അപ്പോൾ അതെനിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ ഞാൻ എല്ലാ തവണയും ഒരു 2ാമത്തെയോ 3ാമത്തെ ദിവസം ഒരു ക്രാക്ക് ചെയ്യാൻ പാടുള്ളൊരു ഷോട്ട് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവൻ സൗദി വെള്ളയ്ക്കലും അങ്ങനെ ഒരു ഷോട്ടുണ്ട്. സൗദി വെള്ളയ്ക്കലും നമ്മൾ ആ ഉമ്മേനെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ക്രാക്കിങ്. അപ്പോൾ ഉമ്മേനെ വെച്ചിട്ട് ഞാൻ 4-5 സീക്വൻസുകൾ എടുത്ത് കാണിച്ചതോടുകൂടി തന്നെ എല്ലാവരും എനിക്കൊപ്പം കയറി. നമ്മൾ ചെയ്യാൻ പോകുന്നത് നോർമൽ സിനിമയല്ല, സംതിങ് ഉള്ളൊരു സിനിമയാണ്, അത് എവിടെയെങ്കിലൊക്കെ നമ്മൾ എത്തിക്കുന്ന സിനിമയായിരിക്കും എന്നുള്ളൊരു തോട്ട് നമ്മൾ ബിൽഡ് ചെയ്യുക. അത് ബോധപൂർവ്വം ഉണ്ടാക്കുന്ന, എന്നാലേ എനിക്ക് ടീം വർക്ക് കിട്ടുള്ളൂ, ടീമിന് എൻ്റെ ഒപ്പം ചേരുള്ളൂ. അതേപോലെ തന്നെയാണ് ഇപ്പം തുടരുമിൻ്റെ കേസിലാണെങ്കിൽ പോലും ആദ്യത്തെ ദിവസം 2-3 ഈസി പരിപാടിയൊക്കെ എടുത്തെങ്കിൽ പോലും 2ാമത്തെ ദിവസം ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സീൻ എടുത്തത്.
ആ കോംപ്ലിക്കേറ്റഡ് സീൻ എടുത്ത് അത് നമ്മൾ സ്പോട്ട് എഡിറ്റ് ചെയ്ത് നമ്മൾ ടീമിനെ കാണിക്കുമ്പോൾ എന്നിലേക്കും എല്ലാവർക്കും വിശ്വാസം വരുവാണ്. ഓക്കെ, ഇവൻ ട്രാക്കിലുള്ള ഒരുത്തനാണ്, നമ്മൾ ഇവനൊപ്പം, ഇവൻ്റെ വിഷൻ കറക്റ്റാണ്, നമ്മൾ ഇവൻ്റെ വിഷനൊപ്പം ചേർന്നാൽ മതി എന്നൊരു ഫീല് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണ് ഓരോ സിനിമയും പ്രോസസ്സ് ചെയ്യുന്നത്. ഈ ഇടയ്ക്ക് കലാഭവൻ ഷാജോൺ ചേട്ടൻ പറഞ്ഞു, ഓപ്പറേഷൻ ജാവ കണ്ട് ഞാൻ തരുണിൻ്റെ നമ്പർ എടുത്ത് ഡയൽ ചെയ്യുന്നു, ഡയൽ ചെയ്ത് വിളിക്കുമ്പോൾ ഷാജോട്ടാ പറഞ്ഞോളൂ എന്ന് തരുൺ പറയുന്നു. അപ്പോൾ ഞാൻ ഒന്ന് ഞെട്ടി, എൻ്റെ നമ്പർ തരുണിൻ്റെ കയ്യിലുണ്ട്, തരുൺ വിളിച്ച് പറയുന്നു. അപ്പോൾ ആ തരുൺ ഷാജോനാണ്. ചേട്ടാ പറഞ്ഞു, എനിക്കറിയാം ചേട്ടൻ എന്നെ ഓർക്കണില്ലേ, ഞാൻ ചേട്ടൻ്റെ അടുത്ത് സബ്ജക്റ്റ് പറയാൻ വന്നിട്ടുണ്ട്, ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് തരഞ്ഞൂടാകുന്നു, എനിക്കിത് മനസ്സിലായില്ല, ആ സിനിമയാണ് ഇത് എന്നുള്ള സാധനം. പുള്ളി ഭയങ്കര എന്നെ പറഞ്ഞേ ചെയ്യാൻ പറ്റാത്തതിന്റെ നിരാശയോട് കൂടിയിട്ടാണ് പുള്ളി പറയാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇതിപ്പം അതുകൊണ്ടുണ്ട് ഷാജോൻ ചേട്ടൻ എന്നെ ഇപ്പോഴും വിളിക്കുന്ന ആർട്ടിസ്റ്റാണ്. എനിക്ക് ഷാജോൻ അത് ഈ പറയുന്ന ഇർഷാദിഖിനെ പോലെ തന്നെ ഒരു ആർട്ടിസ്റ്റാണല്ലോ ഷാജോൺ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റും. ഈ പറയുന്ന പോലെ ആളുകളുടെ സൂപ്പർ താരങ്ങൾ പോലെ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതല്ല, എന്നാൽ വെരി ഗുഡ് ആക്ടർ ഗണത്തിൽപ്പെടുന്ന ആർട്ടിസ്റ്റാണ് ഷാജോൻ. അപ്പോൾ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു ആ സൈബർ സെല്ലിൽ റോ ആയിട്ടുള്ള ഫേസുകളായിരുന്നു. അപ്പോൾ ഞാൻ ഷാജോൻ്റെ അടുക്കൽ പോയി, ഷാജോൻ ചേട്ടാ നമുക്ക് നോക്കാം മോനെ, നിങ്ങൾ ബാക്കി എന്ന് വെച്ചാൽ ഇതാണ് പ്രശ്നം. ഞാനൊരു ഡയറക്ടറിനൊരു ട്രസ്റ്റ് വരാനുള്ളതില്ല. ഒരു പ്രൊഡക്ഷൻ ഹൗസും കമ്പാരിറ്റീവ്ലി ന്യൂ ആണ്. ഈ പറയുന്ന സബ്ജക്റ്റിൻ്റെ അകത്ത് ഒരു തിയേറ്ററിലേക്ക് ആളെ കയറ്റുന്ന ഒരു ആളുകളുമില്ല. അപ്പോൾ ഇതെങ്ങനെ വിശ്വസിക്കും എന്നുള്ള ചിന്തയായിരിക്കാം ഒരു പക്ഷേ അവരെ കൊണ്ടൊക്കെ. പക്ഷേ എന്നാൽ ഷാജൻ അന്ന് എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് റെസ്പോൺസ് ആണ്. നമുക്ക് ചെയ്യാം, രസമുള്ള പ്രോജക്റ്റാണ്, എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ നമ്മളും വേറെ വഴിക്ക് പോയി. എനിക്ക് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ പോയിന്റ് ഓഫ് രീതിക്കും പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളെന്ന് കഥ പറയുമ്പോൾ ഇത് എങ്ങനെയാണ് ഒരു പക്ഷേ അവർ മുന്നേ കൈ കൊടുത്തിട്ട് അബദ്ധം പറ്റിയിട്ടുള്ളവരായിരിക്കും. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച എന്നൊക്കെ വേണേൽ അവരെ വിശേഷിപ്പിക്കാം. സിനിമ ഒരു വിശ്വാസമാണ്. ഇപ്പം ഓപ്പറേഷൻ ജാവ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ ഒരു സ്പേസ് ഉണ്ട്. ഇപ്പം തുടരും ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് കിട്ടുന്ന കോളുകളുണ്ട്. അപ്പം അതിൽ നിന്ന് മനസ്സിലാവും ആളുകൾക്ക് നമ്മളുള്ള വിശ്വാസം കൂടുന്നുണ്ട്. അപ്പം അത് നമ്മളുടെ ഉത്തരവാദിത്വം കൂട്ടുകയാണ്. ആ വിശ്വാസം നമ്മൾ നിലനിർത്തിയില്ലെന്നുണ്ടെങ്കിൽ പള്ളയെടുത്ത് കളയുകയും ചെയ്യും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഓപ്പറേഷൻ ജാവ ഓക്കെ, സൗദികളിലേക്ക് ഓക്കെ, ഇപ്പം ലാലേട്ടൻ പടം തുടരും ഓക്കെ, അടുത്ത സിനിമ സെലക്ട് ചെയ്യുന്നത് വലിയൊരു ചലഞ്ചാണ്. അടുത്ത എന്ത് ചെയ്യും? അടുത്ത ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഒരു ലാലേട്ടൻ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മമ്മൂക്ക സിനിമയാണ് എല്ലാവരുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഘടകം. അതിനപ്പുറം വേറെ സിനിമ മലയാളത്തിലില്ല. എന്റെ അറിയാം ബോധപൂർവമായിട്ട് ഇനി ഒരു വേണ്ട എന്നെ അങ്ങനെ ജഡ്ജ് ചെയ്യണമെന്ന് ഇനി ഒരു ചെറിയ സിനിമയായിരിക്കും തരുണിൽ വരാൻ പോകുന്നത്. ഇല്ലേ, ഓൾറെഡി ഞാൻ ചെയ്യേണ്ട ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻ്റെ ഒരു സിനിമയാണ്, ബിനു പപ്പ് എഴുതുന്ന ഒരു സിനിമയാണ് ചെയ്യാൻ കമ്മിറ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഓൾറെഡി അത് സ്റ്റാർസൊക്കെ ഉള്ള സിനിമ തന്നെയാണ്. പക്ഷേ ഞാൻ ബേസിക്കലി കോണ്ടന്റിലാണ് വിശ്വസിക്കുന്നത്. ആ ഒരു സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടി അത് ചെയ്യാനുള്ളൊരു കൊതി നമ്മളിലുണ്ടായാൽ മാത്രമേ ഈ സ്റ്റാറൊക്കെ വരുന്നതിനൊക്കെ അർത്ഥമുള്ളൂ. അപ്പോൾ ഇപ്പം ലാലേട്ടൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ പോലും, ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ പോലും ഷൺമുഖനാണ് നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ ഷൺമുഖൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൊരു ആർട്ടുണ്ട്, ബിസിനസ്സിനേക്കാൾ ഉപരിയായിട്ട് അതിൻ്റെ അകത്തൊരു ആർട്ടുണ്ട്. ആർട്ട് നന്നാവുമ്പോഴാണ് ബിസിനസ് നന്നാവുന്നത്. അങ്ങനൊരു രീതി ഉണ്ടെന്ന് മനസ്സിലാവുമ്പോഴാണ് ആക്ച്വലി നമ്മൾ ലാലേട്ടൻ്റെ അടുക്കലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പം അങ്ങനെ ചെറിയ സിനിമ വലിയ സിനിമ എന്നൊരു കാറ്റഗറി എനിക്കില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്ത ഏറ്റവും വലിയ സിനിമ ബൈ ദ എന്താ പറയുക റീച്ചിൻ്റെ കേസിലാണെങ്കിലും നമുക്ക് റെക്കഗ്നൈസേഷൻ്റെ കേസിലാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ സിനിമ ജാവേനേക്കാളും ചിലപ്പം സൗദി വെള്ളയ്ക്കായിരിക്കും. പക്ഷേ ജാവ ചെയ്തതിനേക്കാൾ ബഡ്ജറ്റ് വൈസ് കുറച്ചും കൂടി കുറച്ച് ചെയ്തിരിക്കുന്ന സിനിമയാണ് സൗദി വെള്ളയ്ക്ക. അപ്പം അത് നാഷണൽ അവാർഡിൽ പോയ സിനിമയാണ്, നാഷണൽ അവാർഡ് ഒരുപാട് രാജ്യങ്ങൾ കണ്ട സിനിമയാണ്. അപ്പം സിനിമയ്ക്ക് വലിപ്പം നോക്കുന്നത് ഞാൻ കോണ്ടന്റിൻ്റെ ബേസിലാണ്. ഇപ്പോൾ നമ്മൾ ഒരു പേഴ്സണൽ ലൈഫ് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം സിനിമയിലെ ജോലി വിട്ട് ഞാൻ 1-2 ഇൻ്റർവ്യൂസ് ചെയ്യണം, ജോലി വിട്ടിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. ഇപ്പം ആരും ഫാമിലിയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും പലരും കുത്തുവർത്താനങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നൊക്കെ. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഒരു പിറന്നാളിൻ്റെ കാര്യം പറയാം, പിള്ളേരുടെ വലിയ കാര്യമായിട്ട് ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നു. ആ സമയമൊക്കെ കഴിഞ്ഞു, അതും കടന്നുപോയി. ഇപ്പോൾ നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഇപ്പം തിരക്കാണ്, എപ്പോഴും വളരെ തിരക്കാണ്. ഇപ്പോൾ ഫാമിലിയോടൊപ്പം തന്നെ ഇപ്പോൾ എത്രത്തോളം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു സിറ്റുവേഷൻ അല്ല, നല്ല തിരക്കിലാണ് പോകുന്നത്. ഈ ഒരു തിരക്ക് വൈഫും കുട്ടികളും എങ്ങനെ അന്ന് ആ സമയത്ത് നമ്മളുടെ കയ്യിൽ വലിയ ഏണിങ്സോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരുപക്ഷെ സമയം കിട്ടിയിരുന്നു. ഇപ്പോൾ ഇതെല്ലാം വന്ന് ചേരുമ്പോൾ ആളെ കിട്ടുന്നില്ല തിരക്ക് കാരണം. അവരെങ്ങനെ ഇത് ബാലൻസ് ചെയ്ത് പോകുന്നു? അങ്ങനെ തിരക്കാവാണ്ടിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത്. ഇപ്പം പ്രീ പ്രൊഡക്ഷൻസും എല്ലാം പോസ്റ്റ് പ്രൊഡക്ഷൻസും ഒക്കെ കൊച്ചിയിൽ തന്നെയാണ് നടക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എന്താ പറയുക വർക്ക് കഴിഞ്ഞാൽ ഡെയിലി വീട്ടിൽ പോകുന്നൊരു സ്വഭാവം അങ്ങനെ സിസ്റ്റം ഉണ്ടാകുന്നുണ്ട്. ഇപ്പം പിന്നെ ഷൂട്ട് ചെയ്യുന്ന സമയങ്ങളിൽ ഫാമിലി കൂടെ കൂടുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാക്കാറുണ്ട്. അത് ഇപ്പം എനിക്ക് പറയാനൊരു സ്വാതന്ത്ര്യമുണ്ട്, പണ്ടതില്ലായിരുന്നു. ചേട്ടാ എൻ്റെ ഫാമിലിയും കൂടി ഉണ്ടാവും എന്ന് പറയുന്നതിന് ഒരു ഭയങ്കര പോസിറ്റീവായിട്ടാണ് എല്ലാവരും സ്വീകരിക്കാറ്. അപ്പോൾ അത്
ഇപ്പം തുടരും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ മക്കളും വൈഫും എനിക്കൊപ്പം മോണിറ്ററിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഫാമിലി ഫീൽ, ഒരു ടെൻഷൻ ഫ്രീ ഒക്കെ, അവരുടെ ഒരു പ്രസൻസ് നമുക്ക് ഭയങ്കര, ഇപ്പം കുട്ടികളൊക്കെ കൂടെ ഉള്ളത് തന്നെ ഭയങ്കര സന്തോഷം കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ എൻ്റെ അടുക്കൽ ഒരു ദിവസം ശോഭനാൻ ചോദിച്ചു, ഇവിടുത്തെ സിനിമയിലൊക്കെ ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നാണോ ഷൂട്ട് ചെയ്യണമെന്ന്. മാം എൻ്റെ ഒരു സന്തോഷത്തിന്, അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ഷെഡ്യൂളിൽ എൻ്റെ മോളെയും കൂടി കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ പിന്നെ അടുത്ത ഷെഡ്യൂളിന് വന്നപ്പോഴത്തേക്കും ശോഭന മാമിൻ്റെ മോളും ഉണ്ടായിരുന്നു, എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു, എൻ്റെ മകൾ. അപ്പോൾ അവർ ഭയങ്കര കൂട്ടുകാരായി. ലാലേട്ടൻ്റെ മോളായിട്ട് അഭിനയിക്കുന്ന അമൃത ഉണ്ടായിരുന്നു, അമൃതയും ഫാമിലി ആയിട്ടാണ് വരുന്നത്. അങ്ങനെ കംപ്ലീറ്റ് ഫാമിലി പടം, ഫാമിലിക്ക് വേണ്ടി ഫാമിലി എടുക്കുന്ന ഒരു ഫാമിലി പടം. അപ്പോൾ ഈ തിരക്കിൻ്റെ കാര്യം ചോദിക്കുമ്പോഴത്തേക്കും ചിലപ്പം ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ മറന്നു പോകാറുണ്ട്. ഈ പറയുന്ന പോലെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസിന് പോകാൻ പറ്റാറുണ്ട്. അപ്പം പിണക്കവും പരിഭവമൊക്കെ പറയാറുണ്ട്. എന്നാലും അവർ മനസ്സിലാക്കുക, കാരണം അവരും ആഗ്രഹിച്ചത് ഇങ്ങനൊരു ജീവിതമാണ്. നമ്മൾ എന്താ പറയുക, നമ്മൾ എപ്പോഴും ബിസി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് തീം. അപ്പോൾ ആ രീതിയിൽ എല്ലാവരും ഹാപ്പിയാണ്. എന്നാലും ചില തിരക്കുള്ള സമയങ്ങൾ വരുമ്പോൾ എനിക്ക് വരാൻ പറ്റില്ല, അല്ലെങ്കിൽ പിള്ളേരുടെ സ്കൂളിലൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറയുമ്പോഴത്തേക്കും ഇപ്പം എന്ത് പറഞ്ഞാലും സിനിമ മാത്രമേ ഒരു കുത്തലുണ്ട്. ഈ എപ്പോഴെങ്കിലും ഈ പ്രിവിലേജ് മുതലെടുത്തിട്ടുണ്ടോ? ഐ മീൻ പണ്ട് കിട്ടാണ്ട് റിജക്ട് ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇപ്പോൾ നമുക്ക് ഒരുപാട് വാതിലുകൾ ഇപ്പോൾ തുറന്നിട്ടുണ്ടാവും. ഈ ഒരു പ്രിവിലേജ് പർപ്പസ്ഫുള്ളി മുതലെടുത്ത ഇൻസിഡൻസ് ഉണ്ട്, രസകരമായിട്ടാണെങ്കിലും? ഇല്ല, ഇപ്പം അത് ഒരു പ്രിവിലേജ് എന്നുള്ളതല്ല. അത് ഇപ്പം അർജൻറ്റീന ഫാൻസ് കാട്ടൂർ കടവ് എന്ന് പറഞ്ഞൊരു സിനിമ, അതിൻ്റെ കാസ്റ്റിംഗ് കോളിൽ ഷെബിൻ ബെൻസൺ എന്ന് പറഞ്ഞ ആൾ ഞാൻ ചെയ്തൊരു ഷോർട്ട് ഫിലിം കണ്ടിട്ട് എൻ്റെ ഫേസ്ബുക്കിൽ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചേക്കാണ്. അർജൻറ്റീന കാട്ടൂർ കടവിൻ്റെ ഒരു ഓഡീഷൻ നടക്കുന്നുണ്ട്, തരുൺ മസ്റ്റായിട്ടും വരണം. അപ്പോൾ അത് സിനിമയിൽ നിന്നൊരാൾ എന്നോട് മസ്റ്റായിട്ട് വരണം എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര, അന്ന് സിനിമയിൽ എത്തിയിട്ട് പോലുമില്ല. അപ്പോൾ ഒരാൾ, ഷെബിൻ എന്ന് പറഞ്ഞ ഒരാൾ ഒരു ആക്ടറാണ്, എസ്റ്റാബ്ലിഷ്ഡ് ആക്ടറാണ്, ഒരുപാട് വേഷങ്ങൾ ചെയ്യുന്ന ആളാണ്. അപ്പം ഷെബിൻ അങ്ങനെ നമ്മൾ വിളിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഞാൻ അത് അറ്റൻഡ് ചെയ്യാൻ പോയി. ഞാൻ അതിൻ്റെ ഓഡീഷൻസിന് 2-3 ലെവലുകളൊക്കെ അറ്റൻഡ് ചെയ്തു. ഞാൻ ഭയങ്കര അന്ന് ഈ കരിക്കിലുള്ള ആളുകളൊക്കെ ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ അവരെല്ലാവരും കൂടി, ഞങ്ങളെല്ലാവരും ചേർന്ന് ഭയങ്കര രസമായിട്ട് ആ ഓഡീഷൻ അറ്റൻഡ് ചെയ്തത്. അപ്പം കരിക്കുള്ള അർജുൻ രത്നം എന്ന് പറഞ്ഞൊരു ആക്ടർ. അപ്പം അർജുനും ഞാൻ ഒരുമിച്ചായിരുന്നു പെർഫോമൻസുകൾ മൊത്തം. അപ്പോൾ അന്ന് അർജുൻ ഇത് കഴിയുമ്പം എടുക്കുന്ന മച്ചാനെ നിന്നെ വിളിച്ചാ അല്ലേ ഓഡീഷൻ അറ്റൻഡ് ചെയ്യണവരുടെ പെയിനാണ്, നമ്മൾ വിളിക്കുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ 2-3 പ്രാവശ്യം വിളിച്ചില്ല. അപ്പോൾ അന്ന് ഈ ഫ്ലഡ് നടക്കുന്ന സമയമാണ്, കേരളത്തിലെ വലിയ ഫ്ലഡ് നടക്കുന്ന സമയമാണ്. അപ്പം അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും അർജുൻ രത്നം വിളിച്ചു, എന്നെ വിളിച്ചില്ല. അപ്പം ഞാൻ അപ്പോൾ അർജുൻ വിളിച്ചാൽ നിന്നെ വിളിക്കേണ്ടതായിരുന്നു, അതെന്താ നിന്നെ വിളിക്കാത്തതെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് പോയി, അത് ആ രീതിയിൽ വിളിച്ചില്ല, അത് നമ്മൾ വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പറേഷൻ ജാവ ചെയ്യാൻ നേരത്ത് ഞാൻ അതിൻ്റെ ഈ പറയുന്ന അർജൻറ്റീന ഫാൻസ് കാട്ടൂർ കടവിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ അബു വാളയംകുളമുണ്ട്. ഞാൻ അബു വാളയംകുളത്തിന് തന്നെ കാസ്റ്റിംഗ് ഡയറക്ടർ ഓപ്പറേഷൻ ജാവയിൽ വെച്ച്. എന്നിട്ട് പുള്ളി എന്നെ കാണാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താ തന്നെ അർജൻറ്റീന ഫാൻസ് കാട്ടൂർ കടവിൽ എടുക്കാൻ? അപ്പം പുള്ളി വെപ്രാളപ്പെട്ടു പറഞ്ഞ്. ഞാൻ പറഞ്ഞു, അല്ല എനിക്ക് അത് അന്ന് എല്ലാവരും അത് കിട്ടും എന്ന് പറഞ്ഞു. പക്ഷെ അത് കിട്ടാത്തത് കൊണ്ടാണ് ഞാനിപ്പം ഡയറക്ടറാകാൻ തീരുമാനിച്ചത്. ഇനി ഞാനൊരു സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കണ ആ സിനിമയാണ്. അപ്പം അത് അപ്പം പുള്ളി അതുകൊണ്ടല്ലേ നീ ഇപ്പം സംവിധായകനായത് എന്ന് പറഞ്ഞു. ഞാനത് മുന്നേ കണ്ടായിരുന്നു. അപ്പം പക്ഷെ അത് ഒരു വൈരാഗ്യമായിട്ട് ചെയ്തല്ല. വളയംകുളം അയാളുടെ ജോലിയിൽ അയാൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടായതുകൊണ്ടാണ് അയാളെ കാസ്റ്റിങ്ങിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അയാൾ ട്രെയിൻ ചെയ്യിച്ചെടുക്കുന്നതിൻ്റെ അകത്തും അല്ല ആക്ടേഴ്സിനെ പെർഫോം ചെയ്യുന്നതിൻ്റെ അകത്തൊക്കെ അയാൾക്കൊരു കൃത്യമായ പങ്കുള്ള ആളാണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുള്ളിനെ കുത്തും, എന്നെ ആ സിനിമയിൽ എടുക്കാഞ്ഞിട്ട് നിങ്ങളെ ഞാൻ എൻ്റെ സിനിമയിൽ കൊണ്ടുവന്നിട്ട് കാസ്റ്റിംഗ് ഡയറക്ടറാക്കി. അതൊന്നും മനസ്സിലുണ്ടാകുന്നു. അത് മാത്രമേ ഉള്ളൂ രസകരമായിട്ട് ഓർക്കാനായിട്ടുള്ള.